ആലുവായിലെ ശ്രീനാരായണ സേവിക സമാജമായ സ്നേഹാലയത്തിൽ ഇടയ്ക്കിടെ വന്ന് അന്തേവാസികൾക്കൊപ്പം ഏറെ സമയം ചെലവിടുന്ന കേരളത്തിലെ ഒരു പ്രമുഖ വ്യവസായിയെ പരിചയപ്പെടാം. ആരാണെന്നല്ലേ, കാണാം വീഡിയോ. ഞാനിത് എങ്ങനെ കൊണ്ട് നടക്കുമെന്ന് ചോദിച്ചപ്പോൾ സഹോദരനെ ഇപ്പം പറഞ്ഞ തെണ്ടണം, എന്താ മടിയുണ്ടോ എന്നാണ് അമ്മമ്മോട് ചോദിച്ചത്. ഇപ്പോഴിവിടെ ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. വിശക്കുമ്പോൾ ഞങ്ങൾ കഞ്ഞിവെള്ളം കുടിച്ചിട്ടാണ് കമഴ്ന്ന് കിടക്കുക. ആലുവായിലെ ശ്രീനാരായണ സേവിക സമാജമായ സ്നേഹാലയമാണിത്. 250ഓളം അന്തേവാസികൾ താമസിക്കുന്ന ഇടം. ആദ്യകാലങ്ങളിൽ ഇവിടുത്തെ അന്തേവാസികൾ ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചിരുന്നത്. ഇല്ലായ്മയുടെ ആ കാലഘട്ടം അവർ ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ്. ഇത് ശ്രീനാരായണ സേവിക സമാജം 1964 സഹോദരൻ അയ്യപ്പൻ കല്ലിട്ടത് 66 ജൂൺ 10 പ്രവർത്തനം തുടങ്ങണം. 66 സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം തുടങ്ങിയതിൽ 68 മാർച്ച് 6 ഞങ്ങൾ പറയുന്നത് അപ്പൂപ്പനാണ്, സഹോദരൻ അയ്യപ്പന്. അപ്പൂപ്പൻ മരിക്കണം മാർച്ച് 6. അത് കഴിഞ്ഞ് പാർവതി അമ്മ എന്ന് വെച്ചാൽ നമ്മുടെ അയ്യാക്കുട്ടി ജഡ്ജി, ഇന്ത്യയിൽ തന്നെ പേര് കേട്ട ഒരു ജഡ്ജിയായിരുന്നു. നമ്മുടെ ആദ്യത്തെ മുൻസിഫ് കോടതിയിലെ ജഡ്ജിയാണ് അയ്യാക്കുട്ടി ജഡ്ജിയുടെ ഏറ്റവും മൂത്ത മകളാണ് പാർവതി അമ്മ. സഹോദരൻ അയ്യപ്പൻ്റെ സഹധർമ്മിണിയാണ്. അവർ മനസ്സോടെയാണ് ഈ വലിയ ഭാരം ഏറ്റെടുക്കുന്നത്. എന്നു വെച്ചാൽ അന്നത്തെ ദിവസം കഴിക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന സമയത്താണ് ഈ സ്ഥാപനത്തിൻ്റെ വലിയ ചുമതല അമ്മൂമ്മയുടെ ചുമലിൽ ഏൽക്കണത്. അപ്പോൾ ഇത് ഭാരം കൊടുക്കുന്ന സമയത്ത് അപ്പൂപ്പൻ അമ്മൂമ്മയോട് ചോദിച്ചത്, ഞാനിത് എങ്ങനെ കൊണ്ട് നടക്കുമെന്ന് ചോദിച്ചപ്പോൾ സഹോദരനെ ഇപ്പം പറഞ്ഞ തെണ്ടണം, എന്താ മടിയുണ്ടോ എന്നാണ് അമ്മൂമ്മയോട് ചോദിച്ചത്. അങ്ങനെ ഇതിൻ്റെ ആദ്യത്തെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരുന്നു. പിന്നെ അമ്മൂമ്മ ഓരോ വീടുകളിൽ വീട് വിടാൻ തന്നെ കയറി ഇറങ്ങി പിരിവെടുത്തിട്ടാണ് അന്ന കാലത്ത് ഇവിടുത്തെ അന്തേവാസികൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിരുന്നത്. ഞാൻ വരുന്നത് 90 ഓഗസ്റ്റിലാണ്. അപ്പോഴിവിടെ ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. വിശക്കുമ്പോൾ ഞങ്ങൾ കഞ്ഞിവെള്ളം കുടിച്ചിട്ടാണ് കമഴ്ന്ന് കിടക്കുക. ഇല്ല, വിശപ്പ് മാറാനില്ല. കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊക്കെ വീട്ടിൽ പശുവിന് കഞ്ഞി കൊടുക്കണ അരിയുടെ പൊടി അരിയാണ്. ഞങ്ങൾക്ക് കറി തരുന്നത് കോൽപ്പുളി ഉണ്ടല്ലോ, അത് പിഴിഞ്ഞിട്ട് അതിൽ ഉള്ളി മുളകും കാച്ചിട്ട് ഈ കഞ്ഞിക്ക് കറിയായിട്ട് തരുന്നത് അതായിരുന്നു. അത്രയും ദാരിദ്ര്യത്തിലാണ് ഇവിടെ കഴിഞ്ഞിരുന്നത്. ഞങ്ങൾക്ക് വിശപ്പ് മാറാണ്ടായിരുന്നില്ല, എല്ലാവരും വിശപ്പ് മാറാൻ. പിന്നെ ഞങ്ങൾക്ക് തീരെ ഇല്ലാണ്ടാകുമ്പോൾ പ്രസിഡൻറ്റിൻ്റെ വീട്ടിലെ സാമ്പാർ കഷ്ണം കൊണ്ട് ഞങ്ങൾ 160 കറിയൊക്കെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നാണ് ഡോക്ടർ ബാഹുലയനില്ലേ, ഇൻഡോ അമേരിക്കൻ, അവിടുത്തെ ഡോക്ടർ 10 ലക്ഷം രൂപ നമുക്ക് സാറ് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ട് നമ്മൾ ഭക്ഷണത്തിന് മാത്രം ഉപയോഗിക്കണം. അങ്ങനെ ഇപ്പം ഞങ്ങളുടെ ചേച്ചിനോട് ചോദിച്ചു, ചേച്ചി ഞങ്ങൾക്ക് സാമ്പാർ ഒരു കൂട്ടാനും കൂടെ കൂട്ടിയിട്ട് ചോറ് തരുമോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നാണ് അതായിട്ട് വരുന്നത് ബുദ്ധിമുട്ടുകളൊക്കെ. ഇപ്പോഴും പിള്ളേരൊന്നും 10ാം ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് പഠിപ്പിക്കാനുള്ളത് ഉണ്ടായില്ല. ഓരോ സെക്ഷനിലിടും. ബേക്കറി, കറി പൗഡർ, പ്രിൻറ്റിങ് പ്രസ്, അങ്ങനെ ഒരുപാട് സെക്ഷൻ ഉണ്ടായിരുന്നല്ലോ തയ്യൽ. അങ്ങനെ അതിലിട്ട് അങ്ങനെ കഷ്ടപ്പാടിൻ്റെ ഇതിൽ വളർന്ന് ഇവിടെ വരെ എത്തി. എന്നാൽ ഇന്ന് സ്ഥിതി മാറി. ഉദാരമതികളുടെ സ്നേഹത്തണലിൽ ഇന്ന് ശ്രീനാരായണ സേവിക സമാജം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ സ്നേഹാലയത്തിൽ ആരുമറിയാതെ ഇടയ്ക്കിടെ വന്ന സഹായഹസ്തം നീട്ടുന്ന കേരളത്തിലെ ഒരു പ്രമുഖ വ്യവസായിയുണ്ട്. കെയർ ഗ്രൂപ്പ് ചെയർമാൻ കെയർ ബാലനാണ് വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്ന തത്വം മുറുകെ പിടിച്ചുകൊണ്ട് ആലുവ സ്നേഹാലയത്തിൽ ഇടയ്ക്കിടെ സന്ദർശനം നടത്താറുള്ളത്. കെയർ ബാലൻ തങ്ങളുടെ കൺകണ്ട ദൈവമാണെന്നാണ് അന്തേവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഓൾഡ് ഏജ് ഹോമിനെ സംരക്ഷിച്ച് വരുന്നത് ബാലേട്ടൻ വരുന്ന ദിവസം മാത്രമേ ഇവിടുത്തെ അമ്മമാരുടെ മുഖത്ത് സന്തോഷമുള്ളൂ. വേറെ ആരും വന്നിട്ട് രക്ഷയില്ല. എന്തൊക്കെ ചെയ്താലും ഇവിടുത്തെ ഒരു അമ്മൂമ്മ മരിക്കാൻ സമയത്ത് എന്താ വിളിച്ചതെന്നറിയാം, അമ്മൂമ്മയ്ക്ക് ഒരു 98 വയസ്സായിട്ടുണ്ട്. ഇപ്പോൾ ഒരു അമ്മൂമ്മ മരിക്കുമ്പോൾ ഒരു 7 വർഷം, മോനെ ബാലേട്ടാ, മരിക്കണ സമയത്തും കൂടി അമ്മൂമ്മ വിളിച്ചത് അങ്ങനെയാണ്, മോനെ ബാലേട്ടാ അമ്മൂമ്മ വിളിച്ചത്. അത്രയും പ്രിയപ്പെട്ടതായിരുന്നു ബാലേട്ട അമ്മൂമ്മയ്ക്ക്. ബാലേട്ടൻ തന്നില്ലേ ഞങ്ങൾ ഇന്ന് ഇരുട്ടില്ല. ഇവിടെ ആലുവ നഗരം മുഴുവൻ ഇരുട്ടില്ലാകുമ്പോൾ ഇവിടെ മാത്രമേ വിളിച്ചിട്ടുണ്ടാവുള്ളൂ. എന്നാണ് ഇൻവെർട്ടർ ബാലേട്ടൻ്റെ, ഗുരുദേവൻ്റെ വെളിച്ചം ബാലേട്ടൻ്റെ, TV ബാലേട്ടൻ്റെ, എല്ലാം ഞങ്ങൾക്ക് ബാലേട്ടനാണ് വലുത്. ഇന്ന് ബാലേട്ടൻ്റെ വരവ് അപ്രതീക്ഷിത. ഞങ്ങൾക്ക് എല്ലാവരും ഒരു ഇതിലാണ് ആയിരുന്നത്. ഇന്ന് എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട്. ഗുരുദേവൻ്റെ വേറൊരു പ്രതിരൂപമാണ് ബാലേട്ടൻ. ഞാൻ തന്നെ ഇങ്ങനെ നടക്കുന്നത് ബാലേട്ടൻ്റെ ഒരൊറ്റ ഇതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ എന്നെ പോയി. കാരണം എനിക്കൊരു അറ്റാക്ക് വന്ന് ഇവിടെ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ അതിന് സാധിക്കില്ല എന്ന് ബാലേട്ടൻ പറഞ്ഞിട്ടാണ് അതും പോകണത്. അപ്പോൾ ബാലേട്ടൻ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ആശുപത്രി നോക്ക്. എന്നിട്ട് എന്താ പറയുന്നത് വെച്ചാൽ ഇന്ന് വരെ ബാലേട്ടൻ എന്നെ സംരക്ഷിച്ചു കൊണ്ടുപോരുന്നത്. ബാലേട്ടൻ ഞങ്ങൾക്ക് എല്ലാം അല്ലേ, ഇത്രയും തിരക്കുണ്ടായിട്ട് ഞങ്ങളുടെ അടുത്ത് വരുന്നില്ലേ. കോട്ടയത്തത്
കോട്ടയത്ത് എൻ്റെ പിള്ളേരോട് പറഞ്ഞപ്പം അവിടെ നിന്നാണ് മേടിക്കുന്നെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ബാലേട്ടൻ്റെ കട തിരുനക്കരയുണ്ട്, തിരുനക്കരയില്ലേ, അപ്പോൾ എൻ്റെ പിള്ളേർ അവിടെ നിന്നാണ് മേടിക്കുന്നത്, നല്ല സാധനമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോഴെല്ലാം കൊണ്ടുവരും, കൊറോണയായിരുന്നപ്പോൾ കൊടുത്തു വിടുമായിരുന്നു, കൊറോണയായിരുന്നപ്പോഴും ഞങ്ങൾക്ക് ചായക്കൊരു മുട്ടും വന്നില്ല. ബാലേട്ടൻ ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് കൂടെ വരുന്നില്ലേ? ബാലേട്ടൻ തന്നെയല്ല, ഭാര്യയും മക്കളും എല്ലാവരും, മക്കളും ബാലേട്ടനെ പോലെ തന്നെയാണ് ഇങ്ങോട്ട് വന്ന. ഈ അമ്മമാർക്ക് സഹായം ചെയ്യുന്നതും തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഇവിടെ ഓടിയെത്തുന്നതും ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണെന്നാണ് കെയർ ബാലൻ പറയുന്നത്. ഞാൻ 25 വർഷം ഇവിടെ വരാൻ തുടങ്ങിയിട്ട്. ഇത് ആലുവ നാരായണഗിരി എന്ന് പറയും സേവിക സമാജം. ഇതുപോലെ പ്രായം ചെയ്യുന്ന ആളുകളും കുറേ 29 കുട്ടികളുണ്ട് ഇവിടെ. അവരങ്ങനെ ഇവിടെ നല്ല സൗകര്യത്തിൽ ജീവിക്കുന്നു. പല കാരണങ്ങളും ഇവിടെ എത്തിപ്പെട്ടാണ്. നല്ല ഒരു അമ്മോറല്ലേ 54 വർഷമായി നിന്ന് അതിന് 40 വർഷം 30 വർഷം എല്ലാ ആളുകളുണ്ട് ഇവിടെ. ഇപ്പം എൻ്റെ അമ്മ പറഞ്ഞല്ലേ അടുത്ത ഞാനും ഭാര്യക്കുട്ടി വരുന്നത്, അത് വലിയ പുണ്യല്ലേ. ഇവർക്ക് രാവിലെ കറക്റ്റ് പ്രാർത്ഥന, പിന്നെ ഉച്ചയ്ക്ക് രാത്രി ഇതൊക്കെ അല്ല ജീവിക്കുന്നവരൊക്കെ അത് നമ്മൾ സമയം ഉണ്ടാക്കലാണല്ലോ. ഇപ്പം തിരക്കിനിടയിലും അവിടെ എത്തിപ്പെടുമ്പോൾ ഉണ്ടാക്കുന്നില്ലേ. അത്യാവശ്യം ഇപ്പോൾ ഈ കോവിഡിൻ്റെ ശേഷമാണ്, മുന്നേ കുറച്ച് ആ സമയം ഗ്യാപ്പ് വിട്ടുപോയി. എല്ലാവർക്കും ഞാൻ ഇടയ്ക്കിടെ വരാറുണ്ട്. പിന്നെ എൻ്റെ മക്കളെയും വരാറുണ്ട്, മക്കളെ പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ വരാറുണ്ട്. ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഈ കോവിഡ് സമയത്തൊക്കെ ഓരോ സാധനം ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്, ഔഷധം എന്ന് പറയും. അങ്ങനെ കുറേ ആളുകൾ സഹായിക്കുന്നുണ്ട്. കെയർ ബാലൻ്റെ ഈ നല്ല പ്രവർത്തനങ്ങൾ മാതൃകയാക്കി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും നിരവധി സഹായങ്ങളും മറ്റുമാണ് ഇവിടുത്തെ അന്തേവാസികൾക്കായി ചെയ്തു നൽകുന്നത്. മീഡിയ വിഷൻ ന്യൂസിന് വേണ്ടി മുഹമ്മദ് അലിക്കൊപ്പം ബാബു എടയൂർ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം അത്യാകർഷകമായ ഓഫറുകളിൽ. കൂടാതെ 5% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ. വെഡിംഗ് പർച്ചേസുകൾക്ക് സ്പെഷ്യൽ ഓഫറുകൾ. 18 കാരറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ. ഒപ്പം 0% പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ മന്ത്ലി ഗോൾഡ് സേവിംഗ് സ്കീമുകളും. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, പെരിന്തൽമണ്ണ റോഡ്, വളാഞ്ചേരി.